നമസ്കാരം. NCB ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. വണ്ടൂരിൽ മെഗാ വനം അദാലത്ത് 2026 സംഘടിപ്പിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ അദാലത്ത് നടത്തുന്നത് ഈ മാസം 14-ന്. നിലമ്പൂർ സൗത്ത് ഡിവിഷന്റെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിക്കുമെന്ന് സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി. നിലമ്പൂർ ടൗണിലെ മാലിന്യം വിവാദമൊടുങ്ങുന്നില്ല. മുൻ ഭരണസമിതിക്കെതിരായുള്ള ആരോപണം പച്ചക്കള്ളമെന്ന് മുൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം. കുടുംബാരോഗ്യ കേന്ദ്ര പ്രവർത്തനം താളം തെറ്റുന്നതായി പരാതി. വൈകുന്നേര OP സേവനങ്ങൾ നിലച്ചു. പ്രതിഷേധവുമായി DYFI രംഗത്ത്. സർക്കാരിന്റെ ജനവിരുദ്ധ നിലപാടുകൾ. മേഖലയിലെങ്ങും LDFന്റെ പ്രതിഷേധം നടത്തുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഫണ്ട് വെട്ടിക്കുറയ്ക്കൽ, സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കൽ എന്നീ വിഷയങ്ങൾ ഉന്നയിച്ച്. ഏരിയ സമ്മേളനം സംഘടിപ്പിച്ച് കേരള വ്യാപാരി വ്യവസായി സമിതി വണ്ടൂർ യൂണിറ്റ്. ഉദ്ഘാടനം നിർവഹിച്ച് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൂര്യ അബ്ദുൾ ഗഫൂർ. വാണിയമ്പലം റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കണമെന്ന് സമ്മേളനം. ഇന്ന് കർക്കിടകവാവ്. പിതൃപുണ്യം തേടി ബലിതർപ്പണത്തിനെത്തിയത് നിരവധി പേർ. തിരുവാലി, വളോറിങ്ങൽ, പൈങ്കുള ശിവ വിഷ്ണു ക്ഷേത്രത്തിലും ചടങ്ങുകൾ നടത്തി. വാർത്തകൾ വിശദമായി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വനം വന്യജീവി വകുപ്പ് നിലമ്പൂർ സൗത്ത് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ മെഗാ വനം അദാലത്ത് 2026 സംഘടിപ്പിക്കുന്നു. ഈ മാസം 14-ന് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ഉച്ചയ്ക്ക് 1:30 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് അദാലത്ത് നടക്കുക. മനുഷ്യ വന്യജീവി സംഘർഷം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാര അപേക്ഷകൾ, വനംവകുപ്പിൽ നിന്നുള്ള NOC ഉൾപ്പെടെയുള്ള സേവനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ, മറ്റ് വനസംബന്ധിയായ വിഷയങ്ങൾ എന്നിവ അദാലത്തിൽ സ്വീകരിക്കും. മുൻകൂട്ടി അപേക്ഷ നൽകാത്തവർക്കും അദാലത്ത് ദിവസം നേരിട്ട് എത്തി പരാതി സമർപ്പിക്കാനുള്ള സൗകര്യമുണ്ടായിരിക്കും. പൊതുജനങ്ങൾക്കായി നിയമസഹായ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കും. വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കേണ്ട രീതി, ആവശ്യമായ രേഖകൾ, നടപടിക്രമങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി വിശദീകരിക്കും. അദാലത്തിന്റെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ നിർവഹിക്കും. നിലമ്പൂർ MLA ആര്യാടൻ ഷൗക്കത്ത്, മഞ്ചേരി MLA M റഹ്മത്തുള്ള, പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം എന്നിവർ പങ്കെടുക്കും. വണ്ടൂർ, കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, കർഷക പ്രതിനിധികൾ, കർഷകർ, PRT അംഗങ്ങൾ തുടങ്ങിയവരും അദാലത്തിൽ സംബന്ധിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K അമൃത പറഞ്ഞു. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നിലമ്പൂർ സൗത്ത് ഡിവിഷന്റെ കീഴിൽ ഓഗസ്റ്റ് 14-ന് വനം വകുപ്പിന്റെ ഒരു മെഗാ കോമ്പൻസേഷൻ അദാലത്ത് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ച് നടക്കുകയാണ്. കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ AP അനിൽകുമാർ അവർകളാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. നിലമ്പൂരിന്റെ MLA ശ്രീ ആര്യാടൻ ഷൗക്കത്ത് പരിപാടിയിൽ സംബന്ധിക്കും. വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികൾ ഈ അദാലത്തിൽ സ്വീകരിക്കും. ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാത്ത കർഷക പ്രതിനിധികൾക്കും ഈ അദാലത്തിൽ നേരിട്ട് വന്ന് പരാതികൾ സമർപ്പിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇതിന്റെ ബോധവൽക്കരണ ക്ലാസും ഈ പരിപാടിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. എല്ലാ പൊതുജനങ്ങളും കർഷകരും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് കാളികാവ് റേഞ്ച് ഓഫീസർ PT മുബഷീറും അറിയിച്ചു. വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അലി പന്തലിങ്ങൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ റഹിയാനത്ത് BV, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ E സഫീർ ജാൻ, PP അബ്ദുൾ റസാഖ്, K സജിന, ബ്ലോക്ക് HSC AC അനിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നിലമ്പൂർ ടൗണിൽ മാലിന്യം കുന്നുകൂടിയതിന് മുൻ ഭരണസമിതിക്കെതിരെ ഉന്നയിച്ച ആരോപണത്തിന് മറുപടിയുമായി മുൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം രംഗത്ത്. മാലിന്യ നിക്ഷേപത്തിന് കാരണം മുൻ ഭരണസമിതി എന്ന നഗരസഭാ അധികൃതരുടെ വാദം പച്ചക്കള്ളമാണെന്ന് കക്കാടൻ റഹീം പറഞ്ഞു. നിലമ്പൂരിൽ ഇപ്പോ ബസ് സ്റ്റാൻഡ് പരിസരത്തും ടൗണിലെ വിവിധ പ്രദേശങ്ങളിലും
മാലിന്യം കുന്നുകൂടി കിടക്കുന്നതിനെതിരായി പുതിയ ഭരണസമിതിക്കെതിരെ ഉയർന്ന പ്രതിഷേധങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി ഭരണസമിതി മുൻ LDF ഭരണസമിതിക്കെതിരെ പച്ചക്കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നഗരത്തിലെ മാലിന്യ നിക്ഷേപമുണ്ടായ സ്ഥലത്തെല്ലാം സ്ഥലമുടമയെ കൊണ്ടുതന്നെ മാലിന്യം നീക്കി CCTV സ്ഥാപിക്കുകയാണ് മുൻ ഭരണസമിതി ചെയ്തത്. ഇത് പ്രശ്നത്തിന് പരിഹാരവുമായിരുന്നു. ക്യാമറ ദൃശ്യങ്ങൾ കാണാനായി ക്ലീൻ സിറ്റി മാനേജർക്ക് മുമ്പിൽ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഇത് പരിശോധിക്കാൻ ജീവനക്കാരനെയും ചുമതലപ്പെടുത്തിയിരുന്നു. ഇവർ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ഭരണസമിതിയുടെ പോരായ്മ കൊണ്ടാണ് ബസ് സ്റ്റാൻഡിനടുത്തുള്ള മാലിന്യം നീക്കം ചെയ്യാതെ പോയത് എന്നാണ്. മുമ്പ് അവിടെ മാലിന്യം നിക്ഷേപിച്ചത് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് മിൽമ ബൂത്തിന് പിൻവശത്തും നിലമ്പൂർ ടൗണിലെ വിവിധ പ്രദേശങ്ങളിലും ഏതാണ്ട് 40ഓളം വരുന്ന സ്ഥലങ്ങളിൽ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് കണ്ടെത്താൻ വേണ്ടി CCTVകൾ സ്ഥാപിച്ചത്. ഈ CCTVകളുടെ ഒരു ലിങ്ക് നഗരസഭയിലെ മാലിന്യ സംസ്കരണ പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ക്ലീൻ സിറ്റി മാനേജറുടെ സീറ്റിന് മുൻപിലാണ് ഇരിക്കുന്നത്. 40 സെന്റിമീറ്റർ നീളമുള്ള TVയിൽ ഈ 40 കേന്ദ്രങ്ങളിലെ മാലിന്യ നിക്ഷേപങ്ങൾ വീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള CCTVയുടെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന സ്ഥിതിയിലാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഇത് ഓരോ ദിവസവും ഈ സ്ക്രീനിൽ ഏതെല്ലാം പ്രദേശത്ത് മാലിന്യം നിക്ഷേപിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ആരോഗ്യ ജീവനക്കാരനെ നിയോഗിച്ചതുമാണ്. കഴിഞ്ഞ 8 മാസക്കാലമായി ക്യാമറകൾ പ്രവർത്തനരഹിതമാക്കിയത് എന്തിനാണെന്ന് ഇപ്പോഴത്തെ ഭരണസമിതി പൊതുജനങ്ങളോട് വിശദീകരിക്കണമെന്നും റഹീം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 8 മാസക്കാലം ഈ CCTVകൾ ഓഫാക്കി കൊടുത്തുകൊണ്ട് വയലുകൾ മണ്ണിട്ട് നികത്തുന്നതിൽ സ്വകാര്യ വ്യക്തികൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇത് ഓഫാക്കിയത്. അതുകൊണ്ടാണ് 8 മാസക്കാലമായി മിൽമ ബൂത്തിന് പിൻവശത്ത് അജൈവ മാലിന്യങ്ങൾ പാടത്ത് മണ്ണിട്ട് നികത്തുന്നതിന് വേണ്ടി നിക്ഷേപിക്കാനുള്ള സൗകര്യമാണ് നഗരസഭ ചെയ്തു കൊടുത്തിട്ടുള്ളത്. നിലമ്പൂർ മേഖലയിലെ പ്രാദേശിക കലാകാരന്മാരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് നിറം എന്ന പേരിൽ പുതിയ കൂട്ടായ്മയ്ക്ക് തുടക്കമാകുന്നു. ഇതിന്റെ ഭാഗമായി നിലമ്പൂർ കനോലി ഹാളിൽ ചിത്ര ശില്പ പ്രദർശനം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മെന്റൽ ഹെൽത്ത് ആക്ഷൻ ട്രസ്റ്റുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ മാസം 28, 29, 30 തീയതികളിലായി നടക്കുന്ന കലാപ്രദർശനവും വിൽപ്പനയും ആര്യടൻ ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്യും. ഇതോടൊപ്പം നടത്തുന്ന തൂഫാൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ നഗരസഭ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്യും. നിലമ്പൂർ നോർത്ത് DFO P. ധനേഷ് കുമാർ IFS മുഖ്യ പ്രഭാഷണം നടത്തും. മുതിർന്ന കലാകാരന്മാരെ ആദരിക്കൽ, ഗസൽ, ലൈവ് ആർട്ട് ഡെമോൺസ്ട്രേഷൻ വർക്ക്ഷോപ്പ്, KG മുതൽ ഹൈസ്കൂൾ തലം വരെയുള്ള കുട്ടികൾക്കായി ചിത്രരചന മത്സരം എന്നിവ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിക്കും. ഈ കലാകാരന്മാർക്ക് അറിയപ്പെടാനും അവരുടെ പെയിന്റിങ്സുകൾ വിൽക്കാനും പ്രദർശിപ്പിക്കാനും ഒരു അവസരം കിട്ടുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് നിലമ്പൂരിലെ എല്ലാ കലാകാരന്മാരെയും മാക്സിമം ഞങ്ങൾ ഒന്നിച്ചുകൊണ്ട് ശില്പികളും നാടകം മ്യൂസിക് എല്ലാ കലാകാരന്മാരും ഒരുമിച്ചുകൊണ്ടാണ് ഞങ്ങളൊരു സംഘടന രൂപീകരിക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ട് ഒരു ശില്പ പെയിന്റിംഗ് പ്രദർശനം നടത്താൻ ഉദ്ദേശിക്കുന്നു. അടുത്ത ഈ മാസം 28-ാം തീയതി 28, 29, 30 തീയതികളിൽ നിലമ്പൂർ കനോലി കോർട്ടിൽ വെച്ചിട്ടാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൻ്റെ കോഴിക്കോടത്തെ സംഘടനയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളൊരു പെയിൻറ്റിങ് മത്സരം കുട്ടികൾക്ക്. അതിൻ്റെ മെയിൻ ഉദ്ദേശം ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന മയക്കുമരുന്നിൻ്റെ ഇതിൻ്റെയൊക്കെ ലഹരി ഒഴിവാക്കിയിട്ട് കല ഒരു ലഹരിയാക്കാണ് ഉദ്ദേശിക്കുന്നത്. മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനായി മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 9037578478 9744687688 9946737311 എന്നീ നമ്പറുകളിൽ ഒന്നിൽ ബന്ധപ്പെടാവുന്നതാണെന്നും സംഘാടകർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഹരിദാസ് കുട്ടത്തി, P. രാമചന്ദ്രൻ, സുശീലൻ നടുവത്ത്, രതീഷ് വല്ലപ്പുഴ എന്നിവർ പങ്കെടുത്തു.
പോരൂർ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം താളം തെറ്റുന്നതായി പരാതി. കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ വൈകുന്നേരങ്ങളിലെ OP സേവനങ്ങൾ പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. ഡോക്ടർ അവധിയിലാണെന്ന കാരണം പറഞ്ഞാണ് ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ രംഗത്തെത്തി. പോരൂർ പഞ്ചായത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്ന സ്ഥാപനമാണ് കുടുംബ ആരോഗ്യ കേന്ദ്രം. എന്നാൽ ഈ മാസം പകുതിയിലധികം ദിവസങ്ങളിലും ഈവനിംഗ് OP പ്രവർത്തിച്ചിട്ടില്ലെന്നാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ ആരോപിക്കുന്നത്. ഡോക്ടർ ലീവ് ആണെന്ന സാങ്കേതികമായ കാരണം പറഞ്ഞ് പൂട്ടിയിടുന്നതിലൂടെ ചികിത്സയ്ക്കായി ഇവിടെ എത്തുന്ന പാവപ്പെട്ട രോഗികൾ നിരാശരായി മടങ്ങേണ്ടി വരുന്നു. നിർധനരായ രോഗികൾക്ക് ഇത് കാരണം തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്നതായും വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്നതായും പരാതിയുണ്ട്. ഈവനിംഗ് OP പ്രവർത്തിപ്പിക്കാത്തത് പഞ്ചായത്ത് ഭരണസമിതിക്ക് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ആശുപത്രിയുടെ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ കുറച്ച് കാലങ്ങളായി ഇങ്ങനെ തന്നെയാണ് ഈ പോരൂർ പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഒരു സ്ഥിതി. ഈവനിംഗ് OP കൃത്യമായി പ്രവർത്തിക്കാത്തൊരു സാഹചര്യം. ഇവിടുത്തെ ഡോക്ടർ ലീവിലാണ് എന്നുള്ള കാരണം വെച്ചുകൊണ്ട് പല ദിവസങ്ങളിലും ഇത് പ്രവർത്തിക്കാതിരിക്കുന്ന സാഹചര്യം ഇവിടെ കാണുകയാണ്. ഇപ്പോ ഇവിടെ ഈ ഒരു ഇത് കാണുന്ന സമയത്ത് തന്നെ ഒരുപാട് രോഗികൾ ഇവിടെ വന്ന് ഇത് പൂട്ടിക്കിടക്കുന്ന കാഴ്ച കണ്ട് മടങ്ങി പോകുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇത് അടിയന്തരമായി പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ടുകൊണ്ട് തിരുത്തേണ്ട ഗൗരവകരമായിട്ടുള്ള വിഷയമാണ്. ഡിവൈഎഫ്ഐ പോരൂർ മേഖലാ സെക്രട്ടറി CP പ്രണവ്, മേഖലാ സെക്രട്ടേറിയറ്റ് അംഗം V ജിഷ്ണു, മേഖലാ കമ്മിറ്റി അംഗം P സാദിഖ് എന്നിവർ സംബന്ധിച്ചു. സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്താനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും സമര സായാഹ്നവും സംഘടിപ്പിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗം M മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് 26 ലക്ഷം അപേക്ഷകൾ കേരളത്തിനകത്ത് ഇതിനകം ഗവൺമെന്റിലേക്ക് സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ അപേക്ഷകളായി സമർപ്പിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 19 ലക്ഷം പേർ, ചിലർ 2 ഗഡു വാങ്ങിയിട്ടുണ്ട്, ചിലർക്ക് 3 ഗഡു കിട്ടിയിട്ടുണ്ട്, ചിലർക്ക് 1 ഗഡു കിട്ടിയിട്ടുണ്ട്. ഏതാണ്ട് 8 ലക്ഷത്തിലധികം വരുന്ന ആളുകൾ അവരുടെ അപേക്ഷകളെല്ലാം പ്രോസസ് ചെയ്യപ്പെട്ട് അതിന്റെ ഗുണഭോക്താക്കളായി മാറിയിട്ടുണ്ട്. ഏതാണ്ട് അത്ര തന്നെ ആളുകൾ അപേക്ഷ കൊടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരായിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഈ സ്ത്രീ സമൂഹം UDF ഗവൺമെന്റിനോട് ചെയ്ത തെറ്റ്? മഹിളാ അസോസിയേഷൻ വില്ലേജ് പ്രസിഡന്റ് KP സുബിത അധ്യക്ഷയായി. CPIM വണ്ടൂർ ബ്ലോക്ക് സെക്രട്ടറി P അരുൺ, വാണിയമ്പലം ലോക്കൽ സെക്രട്ടറി TP ഇബ്രാഹിം, സിന്ധു സോളി, K വിജയകുമാരി, മിനി കല പള്ളിയാളി എന്നിവർ സംസാരിച്ചു. സ്ത്രീ സുരക്ഷാ പദ്ധതി ഉൾപ്പെടെ അട്ടിമറിച്ച സർക്കാർ നിലപാടിനെതിരെ CPIM എടവണ്ണ ലോക്കൽ കമ്മിറ്റി ബഹുജന പ്രതിഷേധം സംഘടിപ്പിച്ചു. സമര സായാഹ്നം എന്ന പേരിൽ എടവണ്ണ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് പ്രതിഷേധ പരിപാടി നടന്നത്. CPIM വണ്ടൂർ ഏരിയ സെക്രട്ടറി MT അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ തകർക്കുന്നു എന്ന് മാത്രമല്ല, VD സതീശൻ ഗവൺമെന്റ് VD സതീശനിൽ നിന്ന് VD സവർക്കറിലേക്ക് ദൂരമില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് ഈ കേരളത്തിൽ 3 മണ്ഡലങ്ങളിൽ മാത്രം ജയിച്ചിട്ടുള്ള BJPയുടെ തിട്ടൂരങ്ങൾ നടപ്പിലാക്കുന്ന രീതിയിലേക്ക് കേന്ദ്ര സംഘപരിവാർ ഗവൺമെന്റുമായി ഒത്താശ ചെയ്യുന്ന, സന്ധി ചെയ്യുന്ന നിലപാടുകളുമായി കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. P ശോഭ ചെമ്പക്കുത്ത് അധ്യക്ഷയായി. K റഹീം, M ജാഫർ, P നജീബ്, തരിയോറ സുരേഷ് ബാബു, I ദിനേശ് കുമാർ എന്നിവർ സംസാരിച്ചു.
സംസ്ഥാന സർക്കാരിന്റെ വിവിധ നിലപാടുകളിൽ പ്രതിഷേധിച്ച് LDF-ന്റെ ആഭിമുഖ്യത്തിൽ തിരുവാലി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം B. മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു. തിരുവാലി ഉൾപ്പെടെയുള്ള UDF-ന്റെ ഗ്രാമപഞ്ചായത്തുകൾ എടുത്ത നിലപാട് നിങ്ങൾക്കറിയുമോ? ഈ കേരളത്തിൽ കഴിഞ്ഞ 30 കൊല്ലക്കാലമായി നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യർ അനുഭവിച്ചിരുന്ന ഒരുപാട് ക്ഷേമ പദ്ധതികളുണ്ട്. അതെല്ലാം നടപ്പാക്കുന്നത് ഗ്രാമപഞ്ചായത്തുകൾ മുഖേനയാണ്. 30 കൊല്ലം മുമ്പ് ജനകീയാസൂത്രണം എന്ന ഒരു പദ്ധതി കേരളത്തിൽ അവതരിപ്പിച്ചതിനു ശേഷം തിരുവാലി ലോക്കൽ സെക്രട്ടറി CK രവീന്ദ്രൻ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P. ഷീന രാജൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ M. മോഹൻദാസ്, A. കോമളവല്ലി എന്നിവർ സംസാരിച്ചു. ലൈഫ് ഭവന പദ്ധതി അട്ടിമറി, പഞ്ചായത്തുകൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ചതും സ്ത്രീ സുരക്ഷാ പദ്ധതി നിർത്തലാക്കിയതുമായ നടപടികൾ എന്നിവയ്ക്കെതിരെയും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് സ്കോളർഷിപ്പ് നൽകാതെ പദ്ധതി ഫണ്ട് ലാപ്സാക്കിയ തിരുവാലി പഞ്ചായത്ത് UDF ഭരണസമിതി സമീപനത്തിലും പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. വീട്ടിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 5.4 ഗ്രാം കൊക്കൈൻ പിടികൂടി. എടവണ്ണ ഐന്തർ സ്വദേശി മണ്ണിൽ കടവൻ അൻഫാസിന്റെ വീട്ടിൽ നിന്നാണ് പോലീസ് കൊക്കൈൻ പിടികൂടിയത്. ഇന്ന് രാവിലെ 6 മണിയോടെ കോഴിക്കോട് മുക്കത്ത് വെച്ച് 20 ഗ്രാം കൊക്കൈനുമായി അൻഫാസിനെ മുക്കം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മുക്കം പോലീസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ഓഫ് SI P. ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ 11 മണിയോടെ അൻസാഫിന്റെ വീട്ടിൽ പരിശോധന നടത്തി. പരിശോധനയ്ക്കിടെയാണ് ബെഡിനടിയിൽ സൂക്ഷിച്ച നിലയിൽ 5.4 ഗ്രാം കൊക്കൈൻ കൂടി കണ്ടെത്തിയത്. മേൽക്കാര്യത്തിന് എടവണ്ണ പോലീസ് സ്റ്റേഷനിലും കേസ് രജിസ്റ്റർ ചെയ്തു. തുടരന്വേഷണത്തിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങും. ASI CT സാബിറ, SCPO സക്കീർ അലി, CPO C. വിഘ്നേഷ്, ഡാൻസ് ഓഫ് അംഗങ്ങളായ അഭിലാഷ് കൈപ്പിനി, T. നിബിൻ ദാസ് എന്നിവരടങ്ങിയ സംഘമാണ് തുടരന്വേഷണം നടത്തുന്നത്. പിന്നീട് ഇടവേള. വാർത്തകൾ തുടരുന്നു. കേരള വ്യാപാരി വ്യവസായി സമിതി വണ്ടൂർ ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൂര്യ അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ സംഘടനയിൽപ്പെട്ട ആളുകളാണെങ്കിൽ അല്ലെങ്കിലും നാട്ടിലെ 80% വരുന്ന കച്ചവടക്കാരുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ജീവിക്കാൻ ആവശ്യമായുള്ള വരുമാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ 14 മണിക്കൂറാണ് നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി നമ്മൾ പാടുപെടുന്നത്. ആ 16 മണിക്കൂറുകളിൽ നമ്മൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സാമൂഹികപരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവില്ല എന്നതാണ് നമുക്ക് സ്വയം തിരിച്ചറിയുന്നത്. കാരണം സമൂഹത്തിന് മുമ്പിൽ നമ്മൾക്കൊരു സ്ഥാനപ്പേരുണ്ടല്ലോ, മുതലാളിമാരെന്നുള്ളത്. ആരാണ് മുതലാളി അല്ലാത്തതെന്നുള്ളത് എല്ലാവർക്കും സ്വയം നമുക്ക് അറിയാൻ പറ്റും. IV ഷമീർ അധ്യക്ഷത വഹിച്ചു. M. സുൽഫിക്കർ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ പ്രസിഡന്റ് K. സുബ്രഹ്മണ്യൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി ഹംസ പുല്ലാട്ടിൽ, ജില്ലാ ട്രഷറർ VK അശോകൻ, വൈസ് പ്രസിഡന്റ് T. ഷമീർ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം K. നാസർ എന്നിവർ സംസാരിച്ചു. വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ഏറെ പ്രയാസമുണ്ടാക്കുന്ന വാണിയമ്പലം റെയിൽവേ ക്രോസിംഗിന് ശാശ്വത പരിഹാരമായി റെയിൽവേ മേൽപ്പാലം എത്രയും വേഗം യാഥാർത്ഥ്യമാക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കൂടാതെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നാഷണലൈസ്ഡ് ബാങ്കുകൾ വഴി വിതരണം ചെയ്യാനുള്ള സർക്കാർ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും മുൻപത്തെ പോലെ ഗുണഭോക്താക്കൾക്ക് നേരിട്ട് ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടുന്ന മറ്റൊരു പ്രമേയവും സമ്മേളനം പാസാക്കി. പുതിയ പ്രസിഡന്റായി IV സമീർ, സെക്രട്ടറിയായി M. സുൽഫിക്കർ, ട്രഷററായി സക്കീർ വാണിയമ്പലം എന്നിവരെ തെരഞ്ഞെടുത്തു. കേരള നിയമസഭാ ഹോസ്റ്റലിൽ ആര്യാടൻ മുഹമ്മദിന്റെ മുറിയിൽ പിൻഗാമിയായി മകൻ ആര്യാടൻ ഷൗക്കത്തിന്
ചരിത്ര നിയോഗം. കോൺഗ്രസിലെ രാഷ്ട്രീയ ചാണക്യൻ ആര്യാടൻ മുഹമ്മദ് ഉപയോഗിച്ചിരുന്ന ചന്ദ്രഗിരി ബ്ലോക്കിലെ 204 നമ്പർ മുറിയിലാണ് ഷൌക്കത്തിന് ഓഫീസായി ലഭിച്ചത്. 2025 നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കന്നി MLA ആയി എത്തിയപ്പോഴാണ് ഷൌക്കത്തിന് നിള ബ്ലോക്കിലെ 56 നമ്പർ മുറിയാണ് ലഭിച്ചത്. 2ാം ഊഴത്തിൽ നിയമസഭാ ഹോസ്റ്റലിലെ ആര്യാടന്റെ മുറി ലഭിക്കുമോ എന്നാണ് ഷൌക്കത്ത് തിരക്കിയത്. ഈ ഓഫീസ് ഉപയോഗിച്ചിരുന്ന സണ്ണി ജോസഫ് മന്ത്രിയായി ക്ലിഫ് ഹൌസിന് സമീപത്തെ അശോകിലേക്ക് താമസം മാറിയതോടെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഷൌക്കത്തിന്റെ അഭ്യർത്ഥന പരിഗണിച്ച് ചന്ദ്രഗിരിയിലെ ആര്യാടന്റെ മുറി അനുവദിക്കുകയാണുണ്ടായത്. വൈകാരികമായി അടുപ്പമുള്ള മുറിയാണ് ഇതെന്ന് ഷൌക്കത്ത് പറഞ്ഞു. ഇവിടേക്ക് കടക്കുമ്പോൾ ചാരുകസേരയിൽ ബനിയനിട്ടിരുന്ന് പുസ്തകം വായിച്ച് കുറിപ്പുകൾ എഴുതുന്ന പിതാവിന്റെ മുഖമാണ് മനസ്സിൽ തെളിയുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കർക്കിടക വാവിനോടനുബന്ധിച്ച് തിരുവാലി വാളോറിങ്ങൽ പൈങ്കുളങ്ങര ശിവ വിഷ്ണു ക്ഷേത്രത്തിൽ ബലിതർപ്പണം നടന്നു. കാശി തീർത്ഥം എന്ന പേരിൽ പ്രസിദ്ധമായ ക്ഷേത്രകുളത്തിലാണ് വാവു ബലി തർപ്പണം നടന്നത്. 300-ലധികം പേർ പങ്കെടുത്തു. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ. കർമ്മി കൃഷ്ണൻ പുത്തൻപൊയിൽ, കെ ചന്ദ്രൻ, കെ പ്രമോദ്, കെ ഗോപാലകൃഷ്ണൻ, സത്യൻ വാരിയത്ത്, ബാബു കോട്ടക്കുന്ന്, കെ ശ്രീകാന്ത്, റജി പുത്തൻപൊയിൽ, മുരളീധരൻ പൂപ്പറ്റ, കെ ശ്രീജിത്ത്, കെ സുന്ദരൻ, കെ ബാബു എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ജലം തൊട്ട് കൊടുത്തു. ഓം നമോ നാരായണായ. ചുങ്കത്തറ അമ്പലപ്പൊയിൽ മണ്ണാത്തി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ കർക്കിടക വാവുബലി ബുധനാഴ്ച രാവിലെ ശാന്തിതീരം കടവിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു. ചാലിയാറിന്റെ തീരത്തെ ത്രിമൂർത്തി സംഗമ ഭൂമിയിൽ നടന്ന ബലിതർപ്പണത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഇവർക്ക് തുടർമോക്ഷം നൽകണമെന്ന് മോക്ഷദാതാവായിട്ടുള്ള കുന്നത്ത് വിഷ്ണുവും മണ്ണാത്തിയിൽ ശിവനും വള്ളുവശ്ശേരിയിൽ ബ്രഹ്മവും സംഗമിക്കുന്ന പുണ്യഭൂമി എന്ന വിശ്വാസമുള്ള ശാന്തിതീരം കടവിലാണ് പിതൃസ്മരണയ്ക്കായി ബലിതർപ്പണം നടന്നത്. CV സുബ്രഹ്മണ്യൻ കാർമ്മികത്വം വഹിച്ചു. പുലർച്ചെ മുതൽ നിരവധി ഭക്തജനങ്ങൾ ബലിതർപ്പണത്തിനായി ശാന്തിതീരം കടവിൽ എത്തിച്ചേർന്നു. ചടങ്ങുകൾക്ക് MP അഭിലാഷ്, മോഹനൻ, വിജയൻ വയക്കര, MP സുന്ദരൻ, P ശിവദാസൻ, അയ്യപ്പൻ എന്നിവർ നേതൃത്വം നൽകി. പിതൃസ്മരണയും പ്രാർത്ഥനയും നിറഞ്ഞ അന്തരീക്ഷത്തിൽ നടന്ന കർക്കിടക വാവുബലി ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി. നമ്മുടെ ശിരസിൽ വഹിച്ചുകൊണ്ട് നമ്മുടെ പവിത്ര മോദനം പൂര. വഴിക്കടവ് മേക്കൊരവയിൽ വർണ്ണ വസന്തമൊരുക്കി സൂര്യകാന്തി കൃഷി. 1 ഏക്കർ സ്ഥലത്താണ് സൂര്യകാന്തി പാടം വർണ്ണ വിസ്മയമൊരുക്കിയിരിക്കുന്നത്. വഴിക്കടവ് പഞ്ചായത്തിലെ കർഷകനായ മാമാങ്കര സ്വദേശി PK മുഹമ്മദാണ് സൂര്യകാന്തി കൃഷി നടത്തുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിലാണ് കൃഷി ആരംഭിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. കൃഷിയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇതാണ്. കുണ്ടൽപ്പട്ടയിലും മറ്റുമൊക്കെ കൃഷി ചെയ്തിട്ട് പരിചയിച്ചു. അത് നമ്മുടെ നാട്ടിലും അത് വിജയിപ്പിക്കാൻ കഴിയും എന്നുള്ളത് അത് അറിയിക്കുകയും അത് പ്രസിഡന്റിനെയും മറ്റ് ആളുകളെയൊക്കെ കൊണ്ട് കാണിച്ചു കൊടുക്കുകയും അപ്പോൾ നമ്മുടെ നാട്ടിലും ആളുകൾക്ക് ഇത് കൃഷിയായിട്ട് മുന്നോട്ട് വന്നാൽ ഇത് ചെണ്ടുമല്ലിക അതുപോലത്തെ കൃഷികളൊക്കെ ധാരാളം ചെയ്ത് വിജയിപ്പിക്കാവുന്ന കാലാവസ്ഥയ്ക്കനുസരിച്ച് കൃഷി ചെയ്താൽ മതി. വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഭരണസമിതിയും സൂര്യകാന്തി പാടം സന്ദർശിച്ചു. നമ്മുടെ ഈ പഞ്ചായത്തിൽ ഒരുപാട് കർഷകർ വിവിധ തരത്തിലുള്ള കൃഷികൾ നടത്തുന്നുണ്ട്. എല്ലാവിധ പച്ചക്കറികളും നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിൽ ഇന്ന് മുതൽക്ക വേറിട്ടൊരു പ്രവർത്തനം നമ്മുടെ ഈ സൂര്യകാന്തി പൂക്കളുടെ ഒരു ചെടി ഉണ്ടാക്കി അത് ഈ നാടിൻ്റെ ഒരു മനോഹരത, ഈ ഒരു വാർഡിൻ്റെ ഈ പ്രദേശത്തിൻ്റെ ആളുകൾക്ക് ഒരു മനോഹരമായൊരു കാഴ്ചയായിട്ട് ഇതിനെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. കാലാവസ്ഥ അനുകൂലമെങ്കിൽ സന്ദർശകർക്ക് പ്രവേശനം നൽകുമെന്ന് മുഹമ്മദ് പറഞ്ഞു. മൊട്ട ഗ്ലോബൽ ഫൗണ്ടേഷൻ 2ാമത് വാർഷികാഘോഷം വിപുലമായി നടത്തി. നിലമ്പൂർ ജീൻസ് കോർണറിൽ നടന്ന ആഘോഷ പരിപാടിയിൽ സമീർ പറമ്പൻ, സബീർ അലി മാടാല, മാത്യൂസ് പാലുണ്ട, നിസാർ, റെജി, അഫ്സൽ എന്നിവർ പങ്കെടുത്തു. 2 വർഷം മുമ്പാണ് മൊട്ട ഗ്ലോബൽ ഫൗണ്ടേഷൻ ആരംഭിച്ചത്. നിലവിൽ 40-ലധികം രാജ്യങ്ങളിലായി 2000-ഓളം അംഗങ്ങൾ മൊട്ട ഗ്ലോബൽ ഫൗണ്ടേഷന്റെ ഭാഗമാണ്.
എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ പാർലമെന്റ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തി. പ്രധാന അധ്യാപകൻ ബെന്നി ജോസഫിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ പോൾസൺ അധ്യക്ഷത വഹിച്ചു. AEO ജേക്കബ് സത്യൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വിവിധ സ്കൂളുകളിൽ നിന്നുള്ള അധ്യാപകരായ M സന്തോഷ്, ബിനു മാത്യു, സ്കൂൾ സാമൂഹ്യശാസ്ത്ര അധ്യാപിക സിസ്റ്റർ റോസ് ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ രീതിയിലായിരുന്നു ഇലക്ഷൻ സംഘടിപ്പിച്ചത്. അധ്യാപകരായ ഷിബിൻ രാജു, CA സുഗന്ധി, സിസ്റ്റർ റോസ്, S ദിലീപ്, ഷിജ മോഹൻ എന്നിവരും NCC ലിറ്റിൽ കൈറ്റ്സ് JRC അംഗങ്ങളും നേതൃത്വം നൽകി. എടക്കര നാരോക്കാവ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റിന്റെ നേതൃത്വത്തിൽ രക്ഷിതാക്കൾക്കായി ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പ്രോഗ്രാമിന്റെ ഭാഗമായി അഡ്വൈസറി കമ്മിറ്റി യോഗവും ചേർന്നു. HM രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. വഴിക്കടവ് സബ് ഇൻസ്പെക്ടർ ശരത് കുമാർ ക്ലാസിന് നേതൃത്വം നൽകി. DIM സുകേഷ്, KP മുസഫർ, ദിവ്യരാജ്, M വിനീത് എന്നിവർ സംസാരിച്ചു. 2026-27 PTA ഭാരവാഹികളായി KV മൊയ്തീൻകുട്ടി, ഉമ്മു ഹബീബ കമ്പളക്കല്ല് എന്നിവരെ തെരഞ്ഞെടുത്തു. ചാലിയാർ നമ്പൂരിപ്പൊട്ടി മുനീറുൽ ഇസ്ലാം മദ്രസയിൽ മോക്ക് ഇലക്ഷൻ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്ക് ജനാധിപത്യ മൂല്യങ്ങളും തെരഞ്ഞെടുപ്പ് പ്രക്രിയകളും പരിചയപ്പെടുത്തുന്നതിനായാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. സ്കൂൾ ലീഡർ, ഡെപ്യൂട്ടി ലീഡർ, വിവിധ ക്ലബ്ബ് ഭാരവാഹികൾ എന്നിവരെ തിരഞ്ഞെടുക്കുന്നതിനായാണ് വോട്ടെടുപ്പ് നടത്തിയത്. നാമനിർദ്ദേശ പത്രിക സമർപ്പണം, സൂക്ഷ്മ പരിശോധന, പ്രചാരണം, പ്രകടന പത്രിക സമർപ്പണം തുടങ്ങി എല്ലാ ഘട്ടങ്ങളും പാലിച്ചായിരുന്നു പ്രവർത്തനം. പ്രിസൈഡിംഗ് ഓഫീസർമാരായും പോളിംഗ് ഓഫീസർമാരായും അധ്യാപകരുടെ മേൽനോട്ടത്തിൽ വിദ്യാർത്ഥികൾ തന്നെ ചുമതലകൾ നിർവഹിച്ചു. കുട്ടികളിൽ ഉത്തരവാദിത്ത ബോധവും പൗരബോധവും വളർത്താൻ ഇത്തരം പ്രവർത്തനങ്ങൾ സഹായിക്കുമെന്ന് മദ്രസ പ്രധാന അധ്യാപകൻ അബൂബക്കർ സിദ്ദിഖ് മുട്ടിയേൽ പറഞ്ഞു. മദ്രസ സെക്രട്ടറി സാദിഖ് അലി കാട്ടിക്കുന്നൻ, ട്രഷറർ ബസീർ വലിയ തൊളിയ എന്നിവർ സംബന്ധിച്ചു. ഇടവേള ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ വീണ്ടും. വണ്ടൂരിൽ മെഗാ വനം അദാലത്ത് 2026 സംഘടിപ്പിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ അദാലത്ത് നടത്തുന്നത് ഈ മാസം 14-ന്. നിലമ്പൂർ സൗത്ത് ഡിവിഷന്റെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിക്കുമെന്ന് സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി. നിലമ്പൂർ ടൗണിലെ മാലിന്യം വിവാദമൊടുങ്ങുന്നില്ല. മുൻ ഭരണസമിതിക്കെതിരായുള്ള ആരോപണം പച്ചക്കള്ളമെന്ന് മുൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം. കുടുംബാരോഗ്യ കേന്ദ്ര പ്രവർത്തനം താളം തെറ്റുന്നതായി പരാതി. വൈകുന്നേര OP സേവനങ്ങൾ നിലച്ചു. പ്രതിഷേധവുമായി DYFI രംഗത്ത്. സർക്കാരിന്റെ ജനവിരുദ്ധ നിലപാടുകൾ. മേഖലയിലെങ്ങും LDFന്റെ പ്രതിഷേധം. പ്രതിഷേധം നടത്തുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഫണ്ട് വെട്ടിക്കുറയ്ക്കൽ, സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കൽ എന്നീ വിഷയങ്ങൾ ഉന്നയിച്ച്. ഏരിയ സമ്മേളനം സംഘടിപ്പിച്ച് കേരള വ്യാപാരി വ്യവസായി സമിതി വണ്ടൂർ യൂണിറ്റ്. ഉദ്ഘാടനം നിർവഹിച്ച് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൂര്യ അബ്ദുൽ ഗഫൂർ. വാണിയമ്പലം റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കണമെന്ന് സമ്മേളനം. ഇന്ന് കർക്കിടകവാവ്. പിതൃപുണ്യം തേടി ബലിതർപ്പണത്തിനെത്തിയത് നിരവധി പേർ. തിരുവാലി, വളോറിങ്ങൽ, പൈങ്കുള ശിവവിഷ്ണു ക്ഷേത്രത്തിലും ചടങ്ങുകൾ നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.